ലൈവ് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ അനുമോളെ കളിയാക്കിക്കൊണ്ട് എത്തിയിരിക്കുകയാണ്. ബിബി ഹോട്ടലിൽ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഷിയാസ് കരീമും പിന്നീട് ഷാനവാസും അനീഷും. അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ പെങ്ങളൂട്ടിയെ കളിയാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് പെട്ടെന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അല്പസമയം മുമ്പ് ലൈവിൽ പ്ലാച്ചിയെക്കുറിച്ചുള്ള സംസാരിക്കുകയാണ്. അനുമോൾ എപ്പോഴും കരയുമല്ലോ. അനുമോൾ ഗെയിമിന് വേണ്ടിയിട്ട് കരയുന്നതല്ല, അല്ലെങ്കിൽ കരച്ചിൽ കാർഡ് ഇറക്കുന്നതല്ല. വീട്ടിൽ പൊതുവേ ഒരു സംസാരമുണ്ട് കരച്ചിൽ കാർഡ് ഇറക്കുന്നത് എന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അനുമോൾ അങ്ങനെ തന്നെയാണ്. അത് മനസ്സിലായതുകൊണ്ട് എന്നാൽ അങ്ങനെയല്ല ഇവിടെ കളിക്കേണ്ടതെന്ന് കുറച്ച് സ്ട്രോങ് ആവാൻ വേണ്ടി ഷിയാസ് കരീം കുറേ കാര്യങ്ങളൊക്കെ അനുവിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊടുത്തിരുന്നു. ഇന്നും പറഞ്ഞു കൊടുക്കുകയാണ്. ഷാനവാസിനും ഷിയാസ് കരീമിനും അറിയാം അനുമോൾ എങ്ങനെയാണെന്ന്. രാത്രിയാണെങ്കിലും എപ്പോഴാണെങ്കിലും സങ്കടം വരുമ്പോൾ കരയുന്ന ഒരു ആളാണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ടും അത് തന്നെ ആവർത്തിക്കുമ്പോൾ അങ്ങനെയല്ല ഇവിടെ കളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനുമോളുടെ പ്ലാച്ചിയെ ഷിയാസ് എടുത്ത് വലിച്ചെറിഞ്ഞു. വീട്ടിലെത്തി ആദ്യം തന്നെ ഷിയാസ് ചെയ്തത് അതാണ്. പ്ലാച്ചി എടുത്ത് ദൂരെ അങ്ങോട്ട് എറിഞ്ഞു. ഇങ്ങനെ ഒരു ഗെയിം അല്ല ഇവിടെ കളിക്കേണ്ടത്. ഒരുപാട് പേഴ്സണലി ഇവർ നല്ല അറ്റാച്ച്ഡ് ആണ്. പല ഇനോഗ്രേഷനും അനുമോൾ ഇവരുടെ കൂടെയൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഷിയാസ് പറയുന്നുണ്ട്, നീ അങ്ങനെയാണ്, നീ കരയുന്ന ഒരാളാണ്, സമ്മതിച്ചു. പക്ഷെ എന്ന് കരുതി എപ്പോഴും ഇവിടെ കരയല്ല വേണ്ടേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇല്ല ഞാനിപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയി, ഞാൻ കരയില്ല എന്നൊക്കെ. അപ്പോൾ ഇന്നലെ കരഞ്ഞതോ. എന്നാൽ പ്ലാച്ചി എനിക്ക് അത്രമാത്രം ഇമോഷണലി ഞാൻ കണക്റ്റഡ് ആണ്, അതുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ്. മഞ്ജു ചിഞ്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആദിലക്കും നൂറക്കും ബിഗ് ബോസ് കൊടുത്ത പാവീനാണ് മഞ്ജു ചിഞ്ചു എന്നൊക്കെ പറയണത്. അവർ അതുപോലെയല്ല എനിക്ക് എൻ്റെ പ്ലാച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാച്ചിയെക്കുറിച്ച് പറയുന്നു. എന്നാൽ ഷിയാസിന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഷിയാസ് പറയുന്നത്, നീ എൻ്റെ ഒരു കൈയകലത്ത് നിന്നോ അല്ലെങ്കിൽ എൻ്റെ കൺമുന്നിൽ നിന്ന് നിങ്ങൾ മാറി നിന്നോ എന്നൊക്കെയാണ്. ആ സമയത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അനീഷ് എത്തുന്നത്. മതി കേട്ടോ, ഞങ്ങളുടെ അനീത്തിക്കുട്ടിയെ കളിയാക്കിയത് മതി എന്നൊക്കെ. അനീഷിൻ്റെ ഗെയിം മാറ്റുന്നുണ്ട്. ഇപ്പോൾ അനുമോളൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് അനീത്തിക്കുട്ടിയായിട്ടൊക്കെ കൊണ്ടുപോകാനൊക്കെ നോക്കുന്നു. പുറത്തുനിന്ന് പലരും വന്നതിന് ശേഷം പലരുടെയും ഗെയിമൊക്കെ പൊളിഞ്ഞ് പാളീസായിട്ടുണ്ട്. എന്നാൽ അനീഷ് ഇത്തരത്തിൽ പോകുന്നത് തന്നെ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ലാലേട്ടൻ വരുമ്പോഴൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തൊക്കെയോ ഗെയിം കാര്യങ്ങളൊക്കെ അനീഷിന് മനസ്സിലായിട്ടുണ്ട്. ഇന്നിപ്പോൾ അല്പസമയത്തിനുള്ളിൽ റിയാസ് വരും. റിയാസ് വരുന്നതോടുകൂടി അനീഷിൻ്റെ കളിയിൽ സാരമായ മാറ്റം ഉണ്ടാകും. അനുമോളെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകാന്നുള്ളത്. ഇപ്പോൾ ലൈവിൽ അനുമോളെ വാരിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇല്ലേ, എത്രയൊക്കെ കളിയാക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും അനുമോൾക്ക് നല്ല സപ്പോർട്ടുണ്ട്. ഇപ്പോൾ വോട്ടിംഗ് എടുത്ത് നോക്കുകയാണെങ്കിലും മറ്റെന്തെടുത്ത് നോക്കുകയാണെങ്കിലും അനുമോളുടെ റേഞ്ച് ഹൈ തന്നെയാണ്. അത്ര റേഞ്ചിലൊന്നും ഇപ്പോൾ ഷിയാസ് ഉള്ള സമയത്താണെങ്കിലും ആൾക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഗസ്റ്റായി പോയപ്പോൾ അനുമോളൊക്കെ ഉപദേശിക്കുന്നുണ്ട്. അനുമോൾ പോകുന്ന രീതി അല്ലെങ്കിൽ അനുമോൾ പോകുന്ന ട്രാക്ക് സൂപ്പറായിട്ടാണ്, അടിപൊളിയായിട്ടാണ് പോകുന്നത്. ഇപ്പം നല്ല 2-3 ഗെയിമേഴ്സിൻ്റെ കൂടെ അവരെ നിർത്തി ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിയാസ്. അനീഷും ഷാനവാസും അനുമോളും. ഇപ്പോൾ സീസൺ 7 തിളങ്ങി നിൽക്കുന്നത് ഇവർ 3 പേരാണ്. ഇവരാണ് കുറച്ച് എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കുന്നത്. അക്ബർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. നമുക്ക് നോക്കി ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകാമെന്ന്. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.